എല്ലാ കൂട്ടുകാർക്കും ബ്രൈറ്റ് എഡ്ജ് ലേണിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ HSI ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല ഉദ്യോഗാർത്ഥികളോടുമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്, അതുപോലെ അതെങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതെങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ളത്. അപ്പോൾ അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നാണ്. ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ ഫൈൻഡ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ആണ് അല്ലേ. നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇൻ്റഗ്രേഷൻ ആണെങ്കിലോ ഫൈൻഡ് ദി ടോട്ടൽ അല്ലേ, ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് സ്മോൾ ചേഞ്ച് ആണ് അല്ലേ, ചെറിയൊരു ചേഞ്ചിനെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫറൻസിയേഷൻ. എന്നാൽ ഇൻ്റഗ്രേഷൻ ആണെങ്കിലോ ആഡിങ് അപ്പ് ചേഞ്ചസ് ആണ് അല്ലേ, നമ്മൾ ഓരോ ചേഞ്ചസ് നമ്മൾ ആഡിങ് അപ്പ് ആണ് അല്ലേ, ആഡ് ചെയ്തിട്ടാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അതുപോലെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, ബ്രേക്ക് ഇൻ ടു സ്മോൾ പാർട്സ് അല്ലേ, ബ്രേക്ക് ഇൻ ടു സ്മോൾ പാർട്സ് ആണ്. എന്നാൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഈ സ്മോൾ പാർട്സുകളെല്ലാം കൂടിയിട്ട് കമ്പൈൻ ചെയ്യുന്നതാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് കമ്പൈൻ സ്മോൾ പാർട്സ് ആണ്. ഇനി ഇൻ്റഗ്രേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഏരിയ, ഡിസ്റ്റൻസ്, വോളിയം, ഇതൊക്കെ നമ്മൾ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നാൽ ഡിഫറൻസിയേഷൻ ആണെങ്കിലോ വെലോസിറ്റി, അതുപോലെ മാക്സിമ, മിനിമ, സ്ലോപ്പ്, ഇതൊക്കെ നമ്മൾ എന്തുപയോഗിച്ചിട്ട്, ഡിഫറൻസിയേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. ഇനി നമ്മൾ മോഷൻ എടുക്കുകയാണെങ്കിൽ, മോഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണെങ്കിൽ അതിൽ ഡിഫറൻസിയേഷൻ വരുന്നത് സ്പീഡ് ഫ്രം എ ഡിസ്റ്റൻസ് അല്ലേ, അതായത് എത്ര ദൂരം അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ ചേഞ്ച്, അതായത് ഒരു എത്ര വേഗം കൊണ്ട് അല്ലെങ്കിൽ ഹൗ ഫാസ്റ്റ് ദ പൊസിഷൻ ചേഞ്ചിങ് അല്ലേ, ആ പൊസിഷൻ ചേഞ്ചിങ് എത്ര വേഗത്തിലാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മോഷനിൽ നമ്മൾ ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇത് ഇൻ്റഗ്രേഷനിലേക്ക് വരുമ്പോൾ ഡിസ്റ്റൻസ് ഫ്രം സ്പീഡ്, അതായത് ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത്, അത് ഇൻ്റഗ്രേഷനിലേക്ക് ഈ മോഷൻ്റെ കേസിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി അതുപോലെ വാട്ടറിൻ്റെ ഒരു കേസാണ് എടുക്കുന്നതെങ്കിൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം വാട്ടറിൻ്റെ ലെവൽ ഉയർന്നു എന്നുള്ളതാണ്, എത്രത്തോളം വാട്ടർ റൈസ് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ഒരു വാട്ടറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആ ഒരു ലെവൽ എത്രത്തോളം കൂടിയെന്ന് നോക്കാം, അല്ലെങ്കിൽ റേറ്റ് അറ്റ് വാട്ടർ ലെവൽ ഈസ് റൈസിങ്. എന്നാൽ എന്നാൽ നമ്മൾ വാട്ടറിൻ്റെ കേസ് നമ്മൾ ഇൻ്റഗ്രേഷനിൽ എടുക്കുകയാണെങ്കിൽ എന്താണ്, ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ കളക്റ്റഡ് അല്ലേ, എന്താണ് എത്രത്തോളം വെള്ളം അതിൽ ടോട്ടൽ കളക്ട് ചെയ്തു എന്നുള്ളതാണ് ഇൻ്റഗ്രേഷൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വാട്ടറിൻ്റെ കേസിൽ നമ്മൾ ആ വെള്ളത്തിൻ്റെ ഒരു കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള ഡിഫറൻസ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ടോട്ടലാണ് അല്ലേ, ഏരിയ അണ്ടർ ദി കർവ് ഒക്കെയാണ് അല്ലേ, ഏരിയ അല്ലെങ്കിൽ ടോട്ടലാണ്. എന്നാൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക്